ഞങ്ങൾ ഫയർ ടെമ്പിളിൽ നിന്ന് ഫയർ മൗണ്ടനിലേക്കാണ് ഈ പോകുന്നത് കേട്ടോ. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ഫയർ ടെമ്പിളിൽ സ്റ്റോപ്പ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോ ഫയർ മൗണ്ടനിൽ എത്തിയിട്ട് കാണിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം ആ വീഡിയോ ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. ഗൈസ് കം ഓൺ ചീർ അപ്പ്. നമ്മളിനി നെക്സ്റ്റ് ഫയർ മൗണ്ടനിലേക്കാണ് പോകുന്നത് ഗൈസ്. നല്ല തണുപ്പിടുന്ന നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ നമ്മൾ വരുമ്പോൾ മഴയൊന്നും കണ്ടില്ല. പക്ഷെ നല്ലപോലെ നനഞ്ഞ് കിടപ്പുണ്ട്. നല്ല മഴ പെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് മൗണ്ടൻ്റെ അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഇതാണ് ഫയർ മൗണ്ടൻ. എല്ലാവരും ഇവിടെ തീരെടുത്തോട് തീ കായുന്നുണ്ട്. കണ്ണെന്താ നല്ല വ്യൂ ആണ് സത്യം പറഞ്ഞ. നല്ല തണുപ്പുണ്ട് ഗൈസ്, നല്ല തണുപ്പ്. വശു ലുക്ക് അറ്റ് ദിസ്. നല്ല മഴ പെയ്തു തോന്നുന്നു കേട്ടോ. ഗ്രിപ്പുണ്ട് നോ ബ്രീസ്. ഹലോ ഗായ്സ്. അതീ കൂടെ നേരെ ഇറങ്ങി വരായിരുന്നു. സത്യം നമ്മൾ എന്തിനാ ഇത്രയും ചുറ്റിയത്? അവിടെ സ്റ്റെപ്പ് ഉണ്ടായിട്ട് നമ്മൾ ഇത്രയും ചുറ്റി നടത്തിച്ചു ഗായ്സ്. എന്തായാലും ഞാൻ കുറച്ച് നേരം തീ കായട്ടെ, എന്നിട്ട് നമുക്ക് വ്ലോഗിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മൾ ഫയർ മൗണ്ടനിൽ എത്തിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നിട്ട് ഇങ്ങനെ നിർത്താണ്ട് കത്തിക്കൊണ്ടിരിക്കുക. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഫയർ മൗണ്ടൻ എന്ന് പറയുന്ന നേരത്തെ തന്നെ ഫുൾ ഇങ്ങനെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ സോയിലിൽ മീഥേനിലും സൾഫറിൻ്റെയും കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിർത്താണ്ട് ഇങ്ങനെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പണ്ട് കാലം തൊട്ട് ഇവർ തീനെയും സൂര്യനെയൊക്കെ ഭയങ്കര ആരാധിച്ചിരുന്ന ആൾക്കാരാണ്. ഒരു പഴയ അസർബൈജാനിലെ ആൾക്കാർ. ഇപ്പോൾ നമ്മളവിടെ നോക്കുമ്പോൾ കാണാം കുറേ തുട്ടുകൾ കിടക്കുന്നത്. അതിങ്ങനെ ഓരോ ആളുകൾ വന്നിട്ട് അവരുടെ സ്പിരിച്വൽ എന്തോ ഒരു ഇതാണെന്ന് തോന്നുന്നു, അവരുടെ എന്തോ ഒരു രീതിയാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളും ആ കൂട്ടത്തിൽ ഒരു ദീർഘം കൊണ്ട് ഇടാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് ആവാല്ലേ. അങ്ങനെ ഞങ്ങൾ ബാക്ക് ടു റൂം പോവുകയാണ്. അവിടുത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സമയം 5 മണി ആയിട്ടുള്ളൂ. പക്ഷേ 5 മണി ആയപ്പോൾ തന്നെ ഇവിടെ ഡാർക്ക് വീഴാൻ തുടങ്ങി. ഒരു 5:36 ആകുമ്പോഴേക്കും നല്ല രാത്രിയാവും. എന്നുവെച്ചാൽ ഒരു 10 മണിയുടെ രീതിയാവും ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫുൾ ചുറ്റും നോക്കുക കേട്ടോ. നമ്മുടെ നാട് പോലെയല്ല, അപ്പുറവും ഇപ്പുറവും മരങ്ങളും എല്ലാം ആയി. സത്യം പറഞ്ഞാൽ പല മരങ്ങളിലും ഇലകളില്ല, ഫ്രൂട്ട്സ് മാത്രമുണ്ട്. കാരണം ഇവിടെ കൂടുതലും ഞാൻ കണ്ടത് ഓറഞ്ചും ആപ്പിൾസുമാണ്. കാരണം നല്ല ഫ്രഷ് ഓറഞ്ച് ആപ്പിൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കാരണം അവർ തന്നെ കൃഷി ചെയ്ത് അവിടെ അപ്പം തന്നെ വിൽക്കുന്നതാണ്, വഴിയോരങ്ങളിൽ വിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് വഴിയോരത്ത് ഇങ്ങനെ ഒരു അമ്മൂമ്മ ഒരു പ്രായമായ ഒരു സ്ത്രീ ഇങ്ങനെ ഓറഞ്ച് ആപ്പിൾ അങ്ങനത്തെ നല്ല നല്ല ഫ്രൂട്ട്സ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വിൽക്കുന്നത് കേട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവരോട് സംസാരിച്ചു. ഞങ്ങളും കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. പിന്നെ അങ്ങനെ അവരോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നു ഇവർ. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഫ്രഷ് ആയിട്ട് അവർ തന്നെ പിന്നെ കൃഷി ചെയ്ത് അവർ തന്നെ വിൽക്കുന്നതാണത്. അപ്പോൾ ഇവിടെ മെയിൻ എന്ന് പറഞ്ഞാൽ അസർബൈജാനിൽ മെയിൻ എന്ന് പറഞ്ഞത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാം. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു യൂറോപ്യൻ സ്റ്റൈലിലായിരിക്കും ഇതൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ ഈ അപ്പുറവും ഇപ്പുറവും കാണുന്ന ബിൽഡിങ്സുകളെല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞാണല്ലോ ഒരുപാട് വർഷങ്ങൾ മുൻപേ പണിത ഒരു ബിൽഡിങ്ങുകളാണെന്ന് തോന്നുന്നതല്ല, ചിലപ്പോൾ ആയിരിക്കാം, എനിക്കറിയില്ല എത്ര വർഷം മുമ്പേ പണിതായിരിക്കുന്നു. പക്ഷേ ഒരു പുരാതനമായ ഒരു തരം കൾച്ചറാണ് ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലിൻ്റെ മുന്നിലെത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെക്കിനൊക്കെ ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് വേണം ഒന്ന് നൈറ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ റിസപ്ഷനിലെത്തി. അങ്ങനെ നമ്മുടെ കീ എല്ലാം കിട്ടി. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുന്നേ ആട്ടോ ഞാൻ ഇങ്ങനെ ഒരു അക്വേറിയം കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു അക്വേറിയം അവർ ആക്കി വെച്ചിരിക്കുന്നത്. കാരണം അത് നല്ല രസമുണ്ടായിരുന്നു.
അങ്ങനെ അതെല്ലാം കുറച്ച് നേരം നോക്കി നിന്നു. അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് നമുക്ക് അവിടെ ഒരു മിണ്ടാതിരിക്കുന്ന ഒരാളെ ഞാൻ അവിടെ കണ്ടത്. പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യും. ഒരു പെട്ടെന്ന് കണ്ടുപിടിക്കുകയില്ല ആ ഫിഷിനെ. അങ്ങനെ ആ ഒരു ഫിഷിനെ കണ്ടു. അങ്ങനെ അതിനെ കുറച്ച് നേരം ഒന്ന് നോക്കി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഹോട്ടൽ റൂമിലെത്തി. അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമാണ്. ഡൈനിങ് ടേബിള്, ഒരിതുണ്ട്, നല്ല ബെഡ് അവർ ഒരുക്കി തന്നിട്ടുണ്ട്, അറ്റാച്ച് ടോയ്ലറ്റ്, കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് താഴത്തെ വ്യൂസ് കാണാം. അങ്ങനെ ഞങ്ങൾ ഫ്രഷൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിൽ പുറത്തേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഒരു വലിയ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. പുറത്തുനിന്ന് കണ്ടപ്പോൾ വലിയ റെസ്റ്റോറൻറ്റ് ആണെന്ന് പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് വലിയൊരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ നല്ലൊരു ബില്ലുമാണ് കേട്ടോ വന്നത്. എന്തായാലും ഞങ്ങൾ അവിടുത്തെ ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒറ്റ ഒരു ഇതിൽ തന്നെ ഇവിടെ കയറി. അങ്ങനെ അവിടുത്തെ ഓരോന്നെല്ലാം നോക്കി, ഇൻറ്റീരിയർ വർക്കും അതും ഇതും ഡെക്കറേഷൻസും അങ്ങനത്തെ എല്ലാം നോക്കി. അവിടുത്തെ ഞാൻ ഫേമസ് ആയാലും ഒരു വർഷം ഉണ്ടെങ്കിൽ ഞാൻ കോമാളിക്കൊന്നും കാണിക്കാതെ നാളെ പറയരുത്. ഞാൻ ഫേമസ് ആയി കഴിഞ്ഞാൽ ഗ്ലാസ് കാണാൻ ഗ്രാൻഡ് ഉണ്ട്. ഇങ്ങോട്ടേക്ക് എന്നാലും ഞാൻ തളരൂല. ഇവർ ചിരിക്കുന്നത് എന്താണെന്നറിയോ? ആ ചേട്ടൻ ഫുഡും കൊണ്ട് വന്നപ്പോൾ അത് നമുക്കുള്ളതെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് മൊബൈൽ ഓണാക്കി. അത് കണ്ട് ഞാൻ ചമ്മി പോയപ്പോൾ അവർ ചിരിക്കുന്ന കേട്ടോ ഇതെല്ലാം. ഇതാണ് വെറ്റൂർ ബിരിയാണി. അതിന് ചുറ്റിനും അപ്പമൊക്കെ ഉണ്ടോ? താഴെ കിടക്കുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഒരു ചായയൊക്കെ മേടിച്ച് കുടിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷെ ചായ ഒന്നും കൊള്ളത്തില്ല, സത്യം പറയാലോ. ചായ ഉണ്ടാക്കാൻ വേണ്ടി അവരൊരു 5 മിനിറ്റ്സ് കൂടുതൽ എടുത്ത്, സത്യം പറഞ്ഞാൽ. പക്ഷെ ഞാൻ വെച്ച് ഭയങ്കര ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ പച്ചവെള്ളം പോലെയാണ് കാണിച്ചേ. ആടാ, പാല് മാത്രമേ ഉള്ളൂ, പക്ഷെ ടേസ്റ്റും ഒന്നുമില്ല. എന്താ അവസ്ഥ അല്ലേ? അയ്യോ, അപ്പോൾ ഗായ്സ്, എന്നെ നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് വേണ്ടി പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പർച്ചേസ് സംതിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ബാക്ക് ടു അഗെയിൻ റൂമിലേക്ക് പോയി കഴിഞ്ഞ് പിന്നെ നാളെ നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ ഡേ 1 ആയിട്ടായിരിക്കും ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി എടുക്കുകയാണെങ്കിൽ, ഇവിടെ ഭയങ്കര തണുപ്പാണ്, അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും വീഡിയോസ് എടുക്കുകയാണെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഇടും, അല്ലെങ്കിൽ ഇത്ര വരെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടിടും. അപ്പോൾ എല്ലാവർക്കും ബൈ. പുക പോരട്ടെ? മതി, പുകയൊന്നുമില്ല. ഡിലീറ്റ് ചെയ്യില്ല.